PLI 221 ലൈബ്രറി ഇൻഫർമേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞ പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് ഈ പേപ്പറിൽ എന്തൊക്കെയാ പഠിക്കാൻ. ഈ പേപ്പർ 4 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലോക്ക് 1, 2, 3, 4. ഓരോ ബ്ലോക്കിലും 3-4 യൂണിറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിലെ കാര്യങ്ങളൊക്കെ എന്താ പറയാ, ഇതിൽ സബ്ജക്ട് അല്ലെങ്കിൽ പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളതിനൊക്കെ നമ്മൾ എന്താ 4 ബ്ലോക്സ് ഡിവൈഡ് ചെയ്തതിൽ അതിലാണ്ട് നമ്മൾ വീണ്ടും ഓരോ ബ്ലോക്കിലും 3-4 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് പഠിക്കാം. ഇപ്പൊ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സോഷ്യൽ പെർസ്പെക്റ്റീവ് എന്നാണ് ഇതിന്റെ പേര്. ഇതിലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ലൈബ്രറീസ് ഇൻഫർമേഷൻ ആൻഡ് നോളജ് ബേസ്ഡ് സൊസൈറ്റി എന്നാണ്. നമ്മൾ അറിയാലോ, നമ്മൾ ഇന്ന് മോഡേൺ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലെ. ഓരോ നിമിഷത്തിലും ഒരുപാട് ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ഇമ്പാക്ട് എന്താ, ഇതൊക്കെ സൊസൈറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നുകൊണ്ടുള്ള എന്തൊക്കെയാണ് ഗുണങ്ങൾ, ദോഷങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അതേമാതിരി ലൈബ്രറി എന്താണ് ഈ മോഡേൺ സൊസൈറ്റിയിൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ലൈബ്രറിന്റെ ആവശ്യകത, അങ്ങനെ ഒരു ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ലൈബ്രറീസ് ആണ്. ഇതിൽ നമ്മൾ സൈഡിൽ കൊടുത്ത പിക്ചർ വേണ്ട, അത് എന്ത് ലൈബ്രറിയാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ചിൽഡ്രൻസ് ലൈബ്രറിയാണ്. അത് കണ്ടറിയില്ല, നമ്മൾ നല്ല ബട്ടർഫ്ലൈ ഒക്കെ തൂക്കി നല്ല കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് അല്ലെ അത് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കി ലൈബ്രറീസ് മാതിരിയല്ല അല്ലെ, കുട്ടികളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഈ ചിൽഡ്രൻസ് ലൈബ്രറി എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ ലൈബ്രറി കണ്ടിട്ടില്ലേ, അതിൽ പെടുന്ന ഒരു വിഭാഗമാണ് ചിൽഡ്രൻസ് ലൈബ്രറി. അതേമാതിരി ചില ഹോസ്പിറ്റൽസിലൊക്കെ എന്താണ് ലൈബ്രറീസ് ഉണ്ടാവും, അപ്പൊ അതും സ്പെഷ്യൽ ലൈബ്രറിയിൽ പെടും. പിന്നെ നാഷണൽ ലൈബ്രറീസ്, നമ്മളൊക്കെ ഒരു നാഷണൽ ലൈബ്രറി ഉണ്ട്, അത് കൽക്കട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നാഷണൽ ലൈബ്രറി എന്ന് പറയും. അക്കാഡമിക് ലൈബ്രറീസിൽ നമുക്ക് അറിയാം അല്ലെ, സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ലൈബ്രറീസ് ഒക്കെ എന്താണ് ഈ അക്കാഡമിക് ലൈബ്രറീസിൽ പെടും. അതേമാതിരി പബ്ലിക് ലൈബ്രറീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വീട്ടിന്റെ അടുത്തൊക്കെ കാണാം അല്ലെ ഈ വായനശാലകൾ അല്ലെ, ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് വായന വർദ്ധിപ്പിക്കാൻ, കുട്ടികളുടെ വായന അല്ല ആൾക്കാരുടെ വായന വർദ്ധിപ്പിക്കാനും, അല്ലെങ്കിൽ ആൾക്കാർക്കുള്ള ഒരുപാട് സർവീസസും ആക്ടിവിറ്റീസും അതേമാതിരി തന്നെ ഒരുപാട് ബുക്സും പത്രങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥാപനം അല്ലെ എന്താണ് പബ്ലിക് ലൈബ്രറി. ഇപ്പൊ നമ്മള് വീട്ടിന്റെ അടുത്തുള്ളതിനൊക്കെ അങ്ങനത്തെ ലൈബ്രറീസിലൊക്കെയാണ് നമ്മൾ പബ്ലിക് ലൈബ്രറീസ് എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് ഫണ്ടഡ് ആണ് അതൊക്കെ. ഡിജിറ്റൽ ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മളിപ്പോ എന്നുള്ള ഡിജിറ്റൽ യുഗത്തിലാണ് അല്ലെ. നമ്മള് മൊബൈൽ ഫോണിൽ എന്താണ് നമ്മൾ ബുക്സ് ഒക്കെ ഇപ്പൊ മൊബൈൽ ഫോണിലാണ് വായിക്കുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ബുക്സും കാര്യങ്ങളും ന്യൂസ് പേപ്പർ വരെ മൊബൈൽ ഫോണിൽ വായിക്കുന്നത്. അപ്പൊ അതിനൊക്കെയാണ് ഡിജിറ്റൽ ലൈബ്രറീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ വെർച്വൽ ലൈബ്രറീസ്, ഹൈബ്രിഡ് ലൈബ്രറീസ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാത്ത കാര്യങ്ങൾ, എന്ത് ലൈബ്രറി ആണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞതാണ്. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 3 ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷനും പല സ്ഥാപനങ്ങളിലും പല എന്താ പറയാ നമുക്ക് ഇൻഫർമേഷൻ, പല തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു അല്ലെ. ഈ കൊടുത്ത പിക്ചർ എന്തിന്റെ ഒരു മ്യൂസിയത്തിന്റെ പിക്ചറാണ്. അപ്പൊ എന്താണ് ഒരു ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് മ്യൂസിയം. നമ്മളൊരു മ്യൂസിയം സന്ദർശിച്ചാൽ നമുക്ക് അവിടുന്ന് പുതിയ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും അല്ലെ. അപ്പൊ അതെന്താണ് ഒരു ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതേമാതിരി ഒരുപാട് ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഈ ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ്, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെ വന്നു നിലവിൽ വന്നു, ഒരു എവല്യൂഷൻ എന്നൊക്കെ പറയില്ല, അത് ടൈപ്സ്, ഇന്ത്യയിലുള്ളത് എന്താ, ഇന്ത്യന്റെ സിറ്റുവേഷൻ എന്താ, അങ്ങനത്തൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഈ അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ലൈബ്രറി സയൻസ് എന്ന് പറയും. നമ്മള് ചെറുതാകുമ്പോൾ തൊട്ടിട്ട് പല സബ്ജക്റ്റിലെയും ലോസ് പഠിക്കുന്നുണ്ട് അല്ലെ. ന്യൂട്ടന്റെ സിദ്ധാന്തം, അതേപോലെ മാത്സിൽ നമ്മൾ കുറെ ലോസ് പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രി, അങ്ങനെ നമ്മൾ ഓരോ സബ്ജക്റ്റിലും അതിൻ്റെതായ കുറെ ലോസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലും എന്താണ് 5 ലോസ് ഉണ്ട്. 5 ലോസ് ഓഫ് ലൈബ്രറി സയൻസ് എന്ന് പറയും. SR രംഗനാഥനാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ലൈബ്രറിയൻഷിപ്പ്. ഇന്ത്യയിലെ ലൈബ്രറിയൻ അല്ല, ലൈബ്രറി വികസിപ്പിക്കുന്നതിൽ ലൈബ്രറിയൻഷിപ്പ് പ്രൊഫഷൻ അങ്ങനെ എല്ലാത്തിനും ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്താണ് SR രംഗനാഥൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഈ 5 ലോസ് ഓഫ് ലൈബ്രറി സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 5 ലോസ് എന്തൊക്കെയാണ്, അതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ 5 ലോസ് ഒന്ന് വായിക്കാം. ബുക്സ് ആർ ഫോർ യൂസ്. Every reader his or her book. Every book its reader. Save the time of the reader. Library is the growing organism. ഇത് കേൾക്കുമ്പോൾ തന്നെ ഓരോ കേൾക്കുമ്പോൾ തന്നെ ഇതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ. ബുക്സ് ആർ ഫോർ യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, ബുക്സ് യൂസ് ചെയ്യേണ്ട
യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുക്സ് ലൈബ്രറിയിൽ വാങ്ങി വെക്കുന്നത് അല്ലെ? ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആയിട്ട് ഓരോ ഈ ലോ ഒന്ന് നമ്മൾ പഠിക്കണം എന്നുള്ളൂ. അതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കുറച്ചും കൂടി വിശദമായിട്ട് പഠിക്കുന്നുണ്ട് യൂണിറ്റിലുള്ളൂ. അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ലെജിസ്ലേഷൻ. ലെജിസ്ലേഷൻ ആവശ്യകത എന്താണ് ഈ ലെജിസ്ലേഷൻ അല്ലെ? നമുക്ക് ലോ, എല്ലാ സംഭവത്തിനും ഒരു ലോ ആവശ്യം അല്ലെ? പല ലോസ് ഉണ്ട്, ക്രിമിനൽ ലോ, സിവിൽ ലോ, അങ്ങനെ പല ലോസ് നമുക്ക് അറിയാം. അപ്പൊ ഈ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിൽ ലോയും അല്ലെങ്കിൽ ലെജിസ്ലേഷനും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ യൂണിറ്റ് 5 എന്ന് പറയുന്നത് ലൈബ്രറി ലെജിസ്ലേഷൻ മോഡൽ പബ്ലിക് ലൈബ്രറി ആക്ട്സ് അഥവാ ബിൽസ്. അപ്പൊ ഈ ലെജിസ്ലേഷൻ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലായിട്ട് എന്താ പബ്ലിക് ലൈബ്രറി ആക്ട്സ് ഉണ്ട്. ഇന്ത്യയിലെ പബ്ലിക് ലൈബ്രറി ആക്ട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഓരോ സ്റ്റേറ്റുകളും, ഇന്ത്യയിൽ 29 സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഈ 29 സ്റ്റേറ്റും മോഡൽ പബ്ലിക് ലൈബ്രറി ആക്ട്സ് ഒന്നും പാസ് ചെയ്തിട്ടില്ല. കുറച്ച് സ്റ്റേറ്റുകളെ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെ എന്താ പറയാ പബ്ലിക് ലൈബ്രറി ആക്ട്സ് പറഞ്ഞുകൊണ്ട് എന്താ ഈ പബ്ലിക് ലൈബ്രറി ആക്ട്സ് എന്താണ്, ഇതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്, ഇത് എന്തൊക്കെയാണ്, ഈ മോഡൽ ആക്ട്സ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. നമ്മൾ പബ്ലിക് ലൈബ്രറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ടഡ് ആണ്. അവിടുത്തെ പൈസക്ക് എന്താണ് ഗവൺമെന്റ് ആണ് അല്ലെ. അപ്പം ഈ പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ എന്ന് പറഞ്ഞ പല ആക്ടിവിറ്റീസും സെന്റർ ചെയ്യുന്നത് ഒരു സെന്റർ ആണ് പബ്ലിക് ലൈബ്രറി. ഒരു നാട്ടിലൊരു വായനശാല ഉണ്ടെങ്കിൽ പല പ്രോഗ്രാംസും പല ആക്ടിവിറ്റീസും അല്ലെ, ലിറ്റററി പ്രോഗ്രാംസ്, എന്താ പറയാ വായന അറിയാത്ത, എഴുത്തും വായനയും അറിയാത്ത ആൾക്കാർക്ക് ഉള്ള പ്രോഗ്രാംസ്, അങ്ങനെ ഒരു കുട്ടികൾക്കുള്ള പ്രോഗ്രാംസ്, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പബ്ലിക് ലൈബ്രറീസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഫണ്ട് ആവശ്യകതയാണ്. അപ്പൊ അങ്ങനത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് നമുക്ക് എന്താ പറയാ ആക്ട് ആവശ്യമാണ്. സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിന്റെ റെസ്പെക്റ്റഡ് ബോഡി ഫണ്ട് ചെയ്യും. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് എന്താണ് ഈ ആക്ട്സ് വന്നിട്ടുള്ളത്. ഓരോ സ്റ്റേറ്റിനും അവരുടേതായ ആക്ട്സ് ഉണ്ട്. ഇന്നായിരിക്കും പബ്ലിക് ലൈബ്രറി ഫണ്ട് ചെയ്യാന്നൊക്കെ ഉള്ള അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ആവശ്യകത എന്താണ്. അപ്പൊ അതാണ് എന്തൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ആവശ്യകത എന്താണ് ഇത് എന്നൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. യൂണിറ്റ് 6 ലൈബ്രറി ലെജിസ്ലേഷൻ ഇന്ത്യൻ സ്റ്റേറ്റ് സാലിയന്റ് ഫീച്ചേഴ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു 29 സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ 29 സ്റ്റേറ്റും അത് എന്താ പറയുക നടപ്പിലാക്കിയിട്ടില്ല. ആദ്യം നടപ്പിലാക്കിയത് തമിഴ്നാട് ആണ് കേട്ടോ. നമ്മളെ കേരളം നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റേറ്റുകൾ നടപ്പിലാക്കി. അപ്പൊ അത് ഏതൊക്കെ സ്റ്റേറ്റ് ആണ്, ആ ഓരോ സ്റ്റേറ്റിന്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പല സ്റ്റേറ്റിൽ എന്തൊക്കെയാ അവർ തമ്മിലുള്ള ഡിഫറൻസ്, ആക്ടിൽ തമ്മിലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റ് 6 ആകെ മൊത്തം എത്ര സ്റ്റേറ്റ്സ് ചെയ്തിട്ടുണ്ട്, ഏത് വർഷമാണ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇത് യൂണിറ്റ് 7 എന്ന് പറയുന്നത് അത് ഇൻഫോർമേഷൻ റിലേറ്റഡ് ലെജിസ്ലേഷൻ. ഈ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞത് നമ്മളെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലെ ഒരു ടോപ്പിക് അല്ലെ. ഇൻഫർമേഷൻ സയൻസ് എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ഈ മോഡൽ പബ്ലിക് ആക്ട് അല്ലാതെ പല റൈറ്റ് ഇൻഫർമേഷൻ ആക്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, കോപ്പിറൈറ്റ് ആക്ട്, പാറ്റന്റ് ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അങ്ങനെ ഒരുപാട് ആക്ട്സ് ഉണ്ട് ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ട്. അതൊക്കെ എന്തൊക്കെയാണ്, ഏത് വർഷം വന്നു, ഇതിന്റെ എന്തിനാണ് ഇത് വന്നത്, എന്താണ് ഇത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഇപ്പൊ ഇതില് എന്താ പറയാ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ. കോപ്പിറൈറ്റ് ആക്ട് പറയല്ലേ, കോപ്പിറൈറ്റ് അല്ലെ. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ വാഴുന്ന കാലാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു അറിയാലേ. നമ്മൾ പല ഡിസ്പ്യൂട്ട്സും കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അടുത്ത് ഇളയരാജ പെർമിഷൻ ഇല്ലാതെ തന്റെ മ്യൂസിക്, തന്റെ ഒരു ഗാനം ചിത്രത്തിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് കോപ്പിറൈറ്റ് കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരാളെ പാട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആണെങ്കിൽ അവർ പെർമിഷൻ, ഇനി നമ്മൾ ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യണം എന്ന് പെർമിഷൻ വാങ്ങുക, അല്ലെങ്കിൽ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് യൂസ് ചെയ്യണം. അല്ലാതെ നമ്മൾ ആരെങ്കിലും സാധനങ്ങൾ, ആരെങ്കിലും പാട്ടുകള് അങ്ങനെ അല്ലെങ്കിൽ കണ്ടന്റ്, ഇപ്പൊ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, വേറെ ചിലവരെ വീഡിയോസ് ഒക്കെ അതേമാതിരി പോസ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും അല്ലെ. കോപ്പിറൈറ്റ് എതിരാണ്, ആക്ടിന് എതിരാണ്. അപ്പൊ അതൊക്കെയാണ് ഈ കോപ്പിറൈറ്റിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേമാതിരി പാറ്റന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരാൾ വികസിപ്പിച്ചെടുത്ത കാര്യത്തിന് ആ ഡിസ്കവർക്ക് എന്താ പറയാ പാറ്റന്റ് എന്നുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇന്ന ആൾക്ക് ഇത്ര വർഷത്തേക്കാണ് ഇത് എന്ന് പറയുന്നിട്ട് ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ എന്താ പറയാ
എന്തെങ്കിലും ഒരു സാധനം ഒരാൾ വികസിപ്പിച്ചെടുത്തു, ഇപ്പൊ എന്തെങ്കിലും ഒരു മിഷൻ അയാൾ വികസിപ്പിച്ചെടുത്തു, അപ്പൊ അത് പാറ്റന്റ് ആക്ട് വെച്ച് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആ ഇത്ര വർഷത്തേക്ക് അയാളായിരിക്കും അതിന്റെ ഉടമസ്ഥൻ. എന്താണ്, വേറെ ആൾക്ക് അത് യൂസ് ചെയ്യാനൊക്കെ അയാളെ അനുമതി വേണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇത് ഓരോ കാര്യത്തിൽ. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതില് പഠിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചത് തന്നെയായിരിക്കും, എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് പഠിക്കാൻ. ഇനി ബ്ലോക്ക് 3, റിസോഴ്സ് ഷെയറിംഗ് ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്സ്. അപ്പം റിസോഴ്സ് ഷെയറിംഗ് ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്സ് ആണ് ഈ ബ്ലോക്കിന്റെ പേര്. ഇതിലെ യൂണിറ്റ് 8, അതായത് ഈ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് ഷെയറിംഗ്. റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത് എന്താ, റിസോഴ്സ് ഷെയറിംഗ്. ഇപ്പൊ ഈ ലാസ്റ്റ് ഒരു പിക്ചർ ഉണ്ട്, ഇത് ലൈബ്രറി നടുവിൽ ഞാനൊരു റിസോഴ്സ് ഷെയറിംഗ് എന്ന് കൊടുത്തിട്ട്, എന്താണ്, ഒരു ലൈബ്രറിയിലും എല്ലാ ബുക്സും വാങ്ങാൻ കഴിയില്ല, അത്രയുള്ള എമൗണ്ട് ഉണ്ടാവില്ല അല്ലെ, അത്ര ഒരു ലൈബ്രറിക്ക് കിട്ടുന്ന ഫണ്ട് വെച്ചിട്ട് വേണം വാങ്ങാൻ. പിന്നെ സ്ഥലം ഉണ്ടാവില്ല എല്ലാ ബുക്കും വെക്കാൻ. അപ്പൊ എന്താ ചെയ്യാ, അവരെ യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ബുക്സ് ആയിരിക്കും അവർ ഓരോ വർഷം വാങ്ങുമ്പോൾ വാങ്ങുക. വേറെ ലൈബ്രറി അവരെ യൂസേഴ്സിനുള്ള ബുക്സ് ആയിരിക്കും. സിമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ വാങ്ങുക കെമിസ്ട്രി റിലേറ്റഡ് ബുക്ക് ആയിരിക്കും. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങുക ഫിസിക്സ് റിലേറ്റഡ് ബുക്ക് ആയിരിക്കും. അപ്പൊ എന്താ, ഇപ്പൊ ഈ കെമിസ്ട്രി യൂസറിന് ചിലപ്പോൾ ഒരു ഫിസിക്സ് ബുക്ക് വേണം, അത് ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ മറ്റേ ഫിസിക്സ് ലൈബ്രറിയിലാണെങ്കിൽ ആ ഫിസിക്സ് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാം. എന്താ, റിസോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. സിമ്പിൾ ആക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിന് പക്ഷെ എന്താ, കുറെ നെറ്റ്വർക്ക്സും കാര്യങ്ങളൊക്കെ വേണം, ഐപി നെറ്റ്വർക്ക്സ് ഒക്കെ വേണം. അപ്പൊ അതാണ് ഈ റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു എന്താണിത്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ലൈബ്രറി നെറ്റ്വർക്ക്സ് ഉള്ളത്, ഇതിന്റെ ആവശ്യകത എന്താണ്, ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത്, പിന്നെ ലൈബ്രറി കൺസോർഷ്യ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ നെറ്റ്വർക്ക്സ് ആൻഡ് കൺസോർഷ്യം. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സ്, പല ലൈബ്രറി ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സുകൾ ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അല്ല, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ റിസോഴ്സ് ഷെയർ ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ എന്താ പറയാ, പല നെറ്റ്വർക്കുകൾ ആവശ്യമുണ്ട് അല്ലെ. നമ്മളിപ്പോ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, തൊട്ടടുത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എടുക്കുക എന്നുള്ള മാതിരിയല്ല, പല പല ലൈബ്രറീസ് പല പല സ്ഥലത്തുനിന്നായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ റിസോഴ്സ് ഷെയറിംഗ്, ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ റിസോഴ്സ് ഷെയറിംഗ് നടക്കുള്ളൂ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പൊ യൂണിറ്റ് 10, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സ് ആൻഡ് കൺസോർഷ്യം, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ. അതായത് ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു നെറ്റ്വർക്ക്സ് ആണ്. നാഷണൽ ലെവലിൽ പല നെറ്റ്വർക്ക്സ് ഉണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ പല നെറ്റ്വർക്ക്സ് ഉണ്ട്. അപ്പൊ മേജർ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ നെറ്റ്വർക്ക്സ് പഠിക്കുന്നുണ്ട് നമ്മൾ, ഇന്ത്യയിലുള്ളത്, ഇന്റർനാഷണൽ ലെവലിലുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ലൈബ്രറി കൺസോർഷ്യ എന്ന് പറയുന്നാലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇത് യൂണിറ്റിൽ എടുക്കുമ്പോൾ പഠിക്കാം. ഇനി അടുത്ത ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ പ്രൊവിഷൻ ആൻഡ് റിലേറ്റഡ് ഏജൻസി. അല്ലെ, ഏതൊരു പ്രൊവിഷനും അതിന് കുറച്ച് ഏജൻസീസും കാര്യങ്ങളൊക്കെ വേണം അല്ലെ, അവരെ റൈറ്റ്സ് ഉണ്ടാക്കാനും ഒക്കെ. ഏത് പ്രൊഫഷൻ, ഇപ്പം മെഡിക്കൽ ആണോ, അഡ്വക്കേറ്റ് ആണോ, അങ്ങനെ ഏത് പ്രൊഫഷൻ ആണോ, ഇപ്പം തൊഴിലാളി യൂണിയൻ, ചുമട്ട് തൊഴിലാളി യൂണിയൻ, അങ്ങനെയൊക്കെ പല നമ്മൾ കാണൂല്ലേ, അവരെ റൈറ്റ്സ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി, റൈറ്റ്സിന് വേണ്ടി പോരാടാൻ ഒരു യൂണിയനും കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അപ്പൊ അങ്ങനെ ലൈബ്രറി ഇൻഫർമേഷൻ പ്രൊഫഷനിലെ റിലേറ്റഡ് ആയിട്ടുള്ള മേജർ ഏജൻസീസ് ഒക്കെയാണ് നമ്മൾ ഈ ബ്ലോക്കിൽ പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 11, അതായത് യൂണിറ്റ് 1, ഈ ബ്ലോക്കിലെ യൂണിറ്റ് 1 എന്ന് പറഞ്ഞാൽ ലൈബ്രറിയൻഷിപ്പ് ആസ് എ പ്രൊഫഷൻ. നമുക്കറിയാം ഇത് പണ്ട് തൊട്ടിട്ടുള്ള ഒരു പ്രൊഫഷൻ ഒന്നല്ല, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇൻവോൾവ് ചെയ്ത് വന്ന. പണ്ടൊക്കെ ഇത് ലൈബ്രറി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചറൊക്കെ പിടിച്ച് ലൈബ്രറിയൻ ആക്കും അല്ലെ. ഇപ്പോഴാണ് പിന്നെയും ലൈബ്രറിയൻ, അത് കോഴ്സ് പഠിച്ച ആളൊക്കെ ആക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എവല്യൂഷൻ, ഇത് എങ്ങനെ വന്നു, ഇതിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. പിന്നെ പല കാറ്റഗറീസ് ഉണ്ട് അല്ലെ. ലൈസ് പോർഷൻ, ലൈസ് എന്ന് പറയുമ്പോൾ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പോർഷൻ. അതായത് ഇപ്പൊ ഒരു വലിയ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മെയിൻ ഉണ്ട് ലൈബ്രറിയൻ ഉണ്ട്, പിന്നെ അസിസ്റ്റന്റ് ലൈബ്രറിയൻസ്, പിന്നെ കാറ്റലോഗേഴ്സ് ഉണ്ടാവും, ക്ലാസിഫയേഴ്സ് ഉണ്ടാവും, ഇൻഡെക്സേഴ്സ് ഉണ്ടാവും. അങ്ങനെ പല വിഭാഗം ഉണ്ട് കേട്ടോ ഈ ലൈബ്രറി ഇൻഫർമേഷൻ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണ്, ഇന്ത്യയിലെ ഒരു സ്ഥിതി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി അടുത്തത് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ലൈബ്രറിയൻഷിപ്പ്, യൂണിറ്റ് 12 ആണ്. എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ലൈബ്രറിയൻഷിപ്പ്. നമുക്കറിയാം എന്താ എത്തിക്സ്, ഏതൊരു പ്രൊഫഷനും അതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട് അല്ലെ. ഈ മെഡിക്കൽ എത്തിക്സ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. മെഡിക്കൽ എത്തിക്സിന് എതിരായിട്ട് ഞാനൊന്നും ചെയ്യില്ല എന്നൊക്കെ നമ്മൾ പല സിനിമയിലും ഡയലോഗുകൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ലൈബ്രറിയൻഷിപ്പിന് അങ്ങനെ ഒരു എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് പ്രൊഫഷനുമായിട്ടാണ് ലൈബ്രറിയൻഷിപ്പിന് അങ്ങനെ എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ്, കോഡ് ഓഫ് എത്തിക്സ് എന്താണ്, പിന്നെ ഈ ഡിജിറ്റൽ ഏരിയയിൽ വരുമ്പോൾ അതിന്റെ എത്തിക്സ്, ഇഷ്യൂസ്, പ്രോബ്ലംസ് എന്തൊക്കെയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ
പല ഒരു ലൈബ്രറിയൻ ആകുമ്പോൾ പല യൂസേഴ്സ് പല ആവശ്യങ്ങൾക്ക് വരും അല്ലെ, പല ഇൻഫർമേഷൻ സീക്ക് ചെയ്ത് പല ഇൻഫർമേഷനും ആവശ്യമായിട്ട് നമ്മളെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവര് തമ്മില് ആ യൂസേഴ്സ് തമ്മിൽ അല്ലെ വാദ്യക്കാർ തമ്മിൽ ഒരിക്കലും ഒരു കാരണവശാലും ഡിഫറൻഷിയേറ്റ് ചെയ്യരുത്, ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല, എല്ലാവരെയും നമ്മൾ ഈക്വൽ ആയിട്ട് കാണും. പിന്നെ അതേമാതിരി തന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ നെറ്റിൽ നമ്മളൊരു കാര്യം തപ്പിയാൽ 10 റിസൾട്ട് കിട്ടിയ അതിൽ 8 ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, തെറ്റായിരിക്കും, 2 ആയിരിക്കും ശരി. അപ്പൊ നമ്മളെ അടുത്ത് ഒരു ഇൻഫർമേഷൻ ചോദിച്ചു വരുമ്പോൾ നമ്മളെ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്താ ശരിയായിരിക്കണം, അത് തെറ്റാവരുത്. ഇതൊക്കെയാണ് ഒരു എത്തിക്സിന്റെ ചെറിയ ചെറിയ എക്സാമ്പിൾസ്. ഇങ്ങനത്തെയൊക്കെയാണ് നമ്മളെ പ്രൊഫഷനെ സംബന്ധിച്ചിട്ടുള്ള എത്തിക്സ്. അങ്ങനത്തെ പല കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 13 റോൾ ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി പല അസോസിയേഷൻ ആവശ്യമുണ്ടല്ലോ ഓരോ പ്രൊഫഷണൽ. ഇപ്പൊ ലൈബ്രറി അസോസിയേഷൻ ഏരിയ ഇന്ത്യയിൽ അങ്ങനെ പല ലൈബ്രറി അസോസിയേഷൻസ് ഉണ്ട്. USA UK ഒരു മേജർ കൺട്രീസ് അല്ലെ, അവിടെയുള്ള അസോസിയേഷൻസ്, പിന്നെ ഇന്റർനാഷണൽ അസോസിയേഷൻസ്, അങ്ങനെ ഒരുപാട് അസോസിയേഷൻ റിലേറ്റഡ് ആയിട്ടുണ്ട് നമ്മളെ പ്രൊഫഷണലായിട്ട്. അതൊക്കെയാണ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ ബോക്സിൽ ഞാൻ കൊടുത്തു ഇന്ത്യൻ ലൈബ്രറി അസോസിയേഷൻ ILA, ഒരു ഇന്ത്യയിലുള്ള മെയിൻ അസോസിയേഷൻ ആണ് ഈ ലൈബ്രറി പ്രൊഫഷണൽ, ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് പ്രൊഫഷണലിലുള്ള ഒരു മെയിൻ അസോസിയേഷൻ. അപ്പൊ അങ്ങനത്തെ പല അസോസിയേഷനും നമ്മൾ എന്താ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 14 ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവോൾവ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ്. ഇപ്പൊ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസ്, അതായത് ലൈബ്രറി ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ യൂസേഴ്സിന് വേണ്ടി. അപ്പൊ അതിന്റെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണ്? നാഷണൽ ലെവലിലുള്ള, ഇന്റർനാഷണൽ ലെവലിലുള്ള, ഗ്ലോബൽ ലെവലിലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഏതൊക്കെയാണ് ആ ഓർഗനൈസേഷൻസ് എന്നുള്ളതാണ് പഠിക്കുന്നത്. നാഷണൽ ഇൻഫർമേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ സെന്റേഴ്സ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയ നാഷണൽ ഇൻഫർമേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ ഏതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്. 4 ബ്ലോക്സ് ആയിട്ട് 14 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ കേട്ടിട്ട് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരു പുതിയ സബ്ജക്ട് അല്ല, ഏതൊരാൾക്കും UG കഴിഞ്ഞിട്ട് PG ചെയ്യുന്ന ഒരു സബ്ജക്ട്. അപ്പൊ നമ്മൾ UG വരെ പഠിച്ച ഒരു സബ്ജക്ട് അല്ല, പുതുതായിട്ട് പഠിക്കുന്ന സബ്ജക്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും പഠിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഏത് സ്ട്രീമിൽ പഠിച്ച ആൾക്കും എല്ലാ സബ്ജക്റ്റും ഈ ഒരു സബ്ജക്റ്റിലുണ്ട്. നമ്മൾ ഫിസിക്സ് നോക്കിയാൽ ഫിസിക്സ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏത് സബ്ജക്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ഈ സബ്ജക്റ്റിലുണ്ട്. അപ്പം പിന്നെ നമ്മൾ പല കാര്യങ്ങളും പുതുതായിട്ട് പഠിക്കുന്നുണ്ടാവും, നമ്മൾ കേട്ടതുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഈ പേപ്പർ വലിയൊരു സംഭവം ഒന്നല്ല, നമുക്ക് 2 ആക്കും കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ കിട്ടും. അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്. ഒരു ഹെഡിങ്ങോ കാര്യങ്ങളോ കേട്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലോ നമുക്ക് പഠിക്കാൻ കഴിയും കേട്ടോ. അപ്പൊ താങ്ക് യു.